സാംസങ്ങിൻ്റെ സാംസങ് F42 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോൺ 21,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. മെയിനായിട്ടുള്ള ചോദ്യം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോൺ വെർത്ത് ആണോ എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് F42 5G എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. ആദ്യം നമ്മൾ ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ സാംസങ് F42 5Gയിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൽ AMOLED ഡിസ്പ്ലേ ഉപയോഗിച്ചിട്ടില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഇപ്പം പല ഫോണുകളിലും നമുക്ക് സൂപ്പർ AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ സാംസങ് ഈ ഒരു ഫോണിൽ അത് ഉപയോഗിച്ചിട്ടില്ല. ഇപ്പോൾ 5G എന്നുള്ള ഫീച്ചറിൻ്റെ പേരും പറഞ്ഞിട്ട് മറ്റ് പല ഫീച്ചേഴ്സിലും പല കോംപ്രമൈസും കാര്യങ്ങളൊക്കെ വരുത്താറുണ്ട്. അതുപോലെ ഒരു കോംപ്രമൈസായിട്ട് ഈ ഒരു AMOLED ഡിസ്പ്ലേ ഇല്ലാത്ത കാര്യം കാണേണ്ടി വരും. അതുപോലെ വരുന്ന മറ്റൊരു കാര്യമാണ് ഈ ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പം 21,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് പഞ്ചോൾ ഡിസ്പ്ലേ ആണ്. എന്നാൽ അത് ഈ ഒരു ഫോണിൽ വരുന്നില്ല. കമ്പനി ഇൻഫിനിറ്റി V ഡിസ്പ്ലേ എന്ന പേരിൽ വിളിക്കുന്ന വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് ഈ ഫോണിൻ്റെ ഫ്രണ്ടിൽ വരുന്നത്. ഈ ഫോണിൽ കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 90 Hz റിഫ്രഷ് റേറ്റുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 21,000 രൂപ പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണോ ഈ ഫോണിൽ വരുന്നതെന്ന് വെച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. ഇപ്പം ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ലഭിക്കും. പിന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഫോണിൻ്റെ സൈഡിലാണ് വരുന്നത്. ഫോണിൻ്റെ തിക്നെസ് വരുന്നത് 9 mm ആണ്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് വരുന്നത്. സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ക്യാമറ മോഡ്യൂളൊക്കെ ഫോണിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ മാറ്റ് അക്വ അതുപോലെ തന്നെ മാറ്റ് ബ്ലാക്ക് എന്നിങ്ങനെ 2 കളർ വേരിയൻസിലാണ് ഈ ഒരു ഫോൺ ഇപ്പം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ mediatekൻ്റെ dimensity 700 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഇപ്പം 21,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണോ എന്ന് വെച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകൾ വരുന്നുണ്ട്. അതും 5G പ്രോസസ്സറുകൾ തന്നെയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സ്നാപ്ഡ്രാഗണിൻ്റെ 768G അതുപോലെ തന്നെ mediatek dimensity 800U അതുപോലെ തന്നെ mediatek dimensity 810 ഇതുപോലുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. എന്ന് വിചാരിച്ചിട്ട് mediatek dimensity 700 എന്ന പ്രോസസ്സർ വളരെ മോശമായിട്ടുള്ള പ്രോസസ്സറാണെന്നൊന്നുമല്ല. വലിയ തിരക്കില്ലാത്ത പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൽ കിട്ടേണ്ടതാണ്. പക്ഷേ നിങ്ങൾ നോക്കുന്നത് ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസും അതുപോലെ തന്നെ ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൽ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ 12ഓളം 5G ബാൻഡ്സ് ഈ ഫോണിൽ വരുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. കൂടുതൽ 5G ബാൻഡ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ 2 വെർഷൻസ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ബേസ് വേരിയൻറ്റിൽ 6GB റാമും 128GB ഇൻറ്റേർണലുമാണ് വരുന്നത്. അതുപോലെ 8GB റാമും 128GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. 1TB വരെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഫോണിൽ 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ്രോയിഡ് 11 ബേസ് ആയിട്ടുള്ള 1UI സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത്. 64 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ സെൻസർ വരുന്നുണ്ട്. പിന്നെ 5 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 115 ഡിഗ്രിയാണ്. ഈ ഒരു 5 മെഗാപിക്സലൊക്കെ മാറ്റിയിട്ട് കുറഞ്ഞത് ഒരു 8 മെഗാപിക്സലെങ്കിലും കൊടുക്കായിരുന്നു. പിന്നെ മൂന്നാമത് 2 മെഗാപിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറാണ് വരുന്നത്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 8 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഇനി ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 5000 mAh ബാറ്ററി ഈ ഫോണിൽ വരുന്നുണ്ട്. 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. 21,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ കുറച്ചും കൂടി കൂടിയൊരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കായിരുന്നു. എന്തായാലും ഇതിൽ 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടേ വരുന്നുള്ളൂ. Type-C ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ 6GB റാം വെർഷൻ്റെ വില വരുന്നത് 20,999 രൂപയാണ്. അതുപോലെ തന്നെ 8GB റാം വെർഷൻ്റെ വില വരുന്നത് 22,999 രൂപയാണ്. ഒക്ടോബർ 2 മുതലാണ് ഈ ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്ലിപ്കാർട്ട് വഴിയും അതുപോലെ തന്നെ samsung.com വഴിയും ഈ ഫോൺ മേടിക്കാവുന്നതാണ്. പിന്നെ ഇനീഷ്യൽ ഓഫറിൽ ഈ ഫോണിന് 3,000 രൂപയുടെ ഓഫ് വരുന്നുണ്ട്. അതായത് ഈ ഫോണിൻ്റെ 6GB റാം വെർഷൻ നമുക്ക് 17,999 രൂപയ്ക്കും അതുപോലെ തന്നെ 8GB റാം വെർഷൻ നമുക്ക് 19,999 രൂപയ്ക്കും മേടിക്കാവുന്നതാണ്. എന്തായാലും നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 21,000 രൂപ പ്രൈസ് റേഞ്ച് എന്നുള്ളത് കുറച്ച് വില കൂടുതലാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ച ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും ഈ ഒരു ഫോണിൽ വരുന്നില്ല. ജസ്റ്റ് ആവറേജ് ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും മാത്രമേ ഈ ഒരു ഫോണിൽ വരുന്നുള്ളൂ. ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. പിന്നെ 17,000 രൂപ പ്രൈസ് റേഞ്ച് എന്നുള്ളത് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ വലിയ തരക്ക എന്നേ പറയാൻ പറ്റുള്ളൂ. ആ ഒരു ഇനീഷ്യൽ ഓഫർ അതും ബെസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഈ ഒരു ഫോണിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.